നമസ്കാരം. ഇന്ന് ഗ്രാമസഭകളെ പറ്റിയാണ്. എറണാകുളം ജില്ലയിലെ നായരമംഗലം പഞ്ചായത്തിൽ 2026 ആഗസ്റ്റ് മാസം മുതൽ ഗ്രാമസഭകൾ ആരംഭിച്ചിരിക്കുകയാണ്. 2026-27 വർഷത്തെ വാർഷിക പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് അംഗീകാരമാണ് ഈ ആഗസ്റ്റ് മാസത്തിലെ ഗ്രാമസഭയുടെ ലക്ഷ്യം. കൂട്ടത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ഗ്രാമസഭയിൽ പങ്കെടുത്തത് സംസ്ഥാനം ഒട്ടുക്ക് നടക്കുന്ന നാർക്കോട്ടിക് വേട്ടയ്ക്ക് ചൂടും ചൂരും പകരാനായിരുന്നിരിക്കണം. കഴിഞ്ഞ വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് ഗഡു സാമ്പത്തിക പ്രതിസന്ധി മൂലമായിരിക്കണം അന്നത്തെ സർക്കാർ വെട്ടിക്കുറയ്ക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ മേഖലയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമൊക്കെ കക്ഷി രാഷ്ട്രീയം മാത്രമായി ഭരണ സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ മേഖലയും തദ്ദേശ സ്വയംഭരണ മേഖലയും അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രതിസന്ധിയും ഈ രാഷ്ട്രീയം മാത്രമായി ഭരണ സംവിധാനങ്ങൾ മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. പതിനഞ്ചാം സാമ്പത്തിക പദ്ധതിയിൽ എത്തി നിൽക്കുന്ന പഞ്ചായത്ത് നഗരപാലിക സംവിധാനത്തിലെ ഗ്രാമസഭയിൽ എൻ്റെ ഭാഗത്തു നിന്നും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. നായരമംഗലം പഞ്ചായത്ത് എന്നത് തീരദേശ മേഖലയാണെന്നും അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പണിയുന്ന ഏതാണ്ട് ഒട്ടുമിക്ക റോഡുകളും ഭാരം കുറഞ്ഞ വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡുകളുമാണ് എന്നതാണ്. എല്ലാ വർഷവും ചെറിയ കുഴികൾ രൂപപ്പെടുകയാണെങ്കിൽ അവ അടച്ച് മെയിൻ്റനൻസ് ചെയ്യുക മാത്രമേ പഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകൾക്കും ആവശ്യമായി വരുന്നുള്ളൂ. റോഡുകൾ പൊളിച്ചു പണിയേണ്ടി വരുന്ന അവസരത്തിൽ ഈ തീരദേശ മേഖലയിൽ പണിയുന്ന റോഡുകൾ വാർക്ക റോഡുകളോ വാർക്ക ടൈലുകൾ വിരിച്ചോ പണിത് ദീർഘകാലം ആയുസ് നൽകുന്ന റോഡുകളാക്കി മാറ്റേണ്ടതുണ്ട്. മറ്റൊന്ന്, ഗ്രാമസഭയിൽ ചർച്ച ചെയ്ത വിഷയം പഞ്ചായത്ത് നേരിടുന്ന വെള്ളക്കെട്ടാണ്. അതിനൊരു പരിഹാരമായി ഞാൻ നിർദ്ദേശം വയ്ക്കുകയുണ്ടായി. നായരമംഗലം പഞ്ചായത്തിൽ ഒട്ടനവധി പുറംപോക്ക് തോടുകൾ ഈ തീരദേശ മേഖലയിൽ എന്ന പോലെ നമ്മുടെ പഞ്ചായത്തിലും കാണാവുന്നതാണ്. അവയെല്ലാം നോട്ടിഫൈ ചെയ്ത് തോടുകളുടെ കയ്യേറ്റം തടയുക എന്നത് പരമപ്രധാനമായ കാര്യമാണ്. പൂർണ്ണതോതിൽ പുറംപോക്ക് തോടിൻ്റെ വീതി തിരിച്ചു പിടിച്ച് ആഴം വർദ്ധിപ്പിച്ച് എല്ലാ പുറംപോക്ക് തോടുകളിലെ ഇരുകരകളിലും കൽഭിത്തി കെട്ടി പഞ്ചായത്ത് അതിർത്തിയിൽ വരുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാൻ കഴിയേണ്ടതുണ്ട്. ഭാവിയിൽ ഈ തോടുകൾ തന്നെ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകൾ മുന്നിൽ കണ്ട് നായരമംഗലം പഞ്ചായത്തും പുറംപോക്ക് തോടുകൾ സംരക്ഷിക്കാൻ മാതൃക കാണിക്കേണ്ടിയിരിക്കുന്നു. നായരമംഗലം പഞ്ചായത്തിലെ പുറംപോക്ക് തോടുകളുടെ ഇരുകരകളും ബലപ്പെടുത്തുന്നതിലേക്കായി രാഷ്ട്രീയ കക്ഷിഭേദമന്യേ തയ്യാറാകണം എന്നതായിരുന്നു കാതലായി ഗ്രാമസഭയിൽ എനിക്ക് പറയുവാനുണ്ടായത്. സദസ്സ് എന്നത്തെയും പോലെ എൻ്റെ വാക്കുകൾ കാതോർക്കുകയും കൈയടിച്ച് എൻ്റെ വാദങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്തു. ഞാൻ എസ് കാറ്റുപള്ളി ഇവിടെ ഗ്രാമസഭയെ പറ്റിയുള്ള വിഷയം അവസാനിക്കുകയാണ്. നന്ദി.